രഞ്ജി ട്രോഫിയിൽ മഹാരാഷ്ട്രക്കെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങി കേരളം. മഹാരാഷ്ട്ര ഒന്നാം ഇന്നിംഗ്സിൽ 239 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 219 റൺസിന് പുറത്തായി. രഞ്ജി ട്രോഫിയിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ കേരളത്തിന് തകർപ്പൻ തുടക്കമാണ് ലഭിച്ചത്. സ്കോർ ബോർഡ് തുറക്കും മുമ്പ് തന്നെ 3 വിക്കറ്റുകൾ നഷ്ടമായ മഹാരാഷ്ട്ര ഒരു സമയത്ത് 18 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. എന്നാൽ അവിടെ നിന്നും മെല്ലെ അവർ കരകയറി. ഋതുരാജ് ഗെയ്ക്വാദ് 91 റൺസും മുൻ കേരള താരം കൂടിയ ജലജ് സക്സേന 49 റൺസും വിക്കി ഓട്സ്വാൾ 38, രാമകൃഷ്ണ ഘോഷ് 31 എന്നിവരുടെ ഇന്നിംഗ്സുകൾ അവർക്ക് തുണയായി. 239 റൺസ് അവരെടുത്തു. കേരളത്തിനു വേണ്ടി MD നിതീഷ് 5 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ എൻ ബേസിൽ 3 വിക്കറ്റും ഏതൻ ആപ്പിൾ ടോമും അങ്കിത് ശർമ്മയും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളവും പക്ഷേ തകരുകയായിരുന്നു. സഞ്ജു സാംസണാണ് കേരളത്തിലെ ടോപ്പ് സ്കോറർ. 54 റൺസാണ് സഞ്ജു എടുത്തത്. സൽമാൻ നിസാർ 49, മുഹമ്മദ് അസറുദ്ദീൻ 36, രോഹൻ കുന്നുമൽ 27 എന്നിവരാണ് കേരളത്തിന്റെ മറ്റു പ്രധാന സ്കോറർമാർ. ജലജ് സക്സേന മഹാരാഷ്ട്രയ്ക്ക് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ മുകേഷ് ചൗധരിയും ഗുർബാനിയും വിക്കി ഓട്സ്വാളും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ 219 റൺസിന് കേരളം പുറത്തായി. 20 റൺസിന്റെ ലീഡാണ് ഒന്നാം ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര നേടിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ഇറങ്ങിയ മഹാരാഷ്ട്ര ഇതുവരെ വിക്കറ്റ് നഷ്ടമില്ലാതെ 51 റൺസ് എടുത്തിട്ടുണ്ട്. 37 റൺസോടെ പൃഥ്വിഷായും 14 റൺസോടെ കുൽക്കർണിയുമാണ് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മൊത്തം 71 റൺസിന്റെ ലീഡായിട്ടുണ്ട് മഹാരാഷ്ട്രയ്ക്ക്.